മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. അത് ഗാർഹിക പീഡനം നിയമവിധേയമാക്കി പുതിയ കാടത്ത നിയമവുമായി താലിബാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭർത്താവിന് ഭാര്യയെ മർദ്ദിക്കാൻ നിയമപരമായി താലിബാൻ അധികാരം നൽകുന്നു. ഇത്തരത്തിൽ മർദ്ദനം നടക്കുകയാണെങ്കിൽ എല്ലുകൾ ഒടിഞ്ഞാൽ മാത്രമാണ് ഭാര്യയ്ക്ക് പരാതി പറയാൻ അവസരമുള്ളതും ഭർത്താവിന് ശിക്ഷ കിട്ടുന്നതും. എത്ര മോശം സാഹചര്യമാണ് ഈ താലിബാൻ ഭരണത്തിൽ അഫ്ഗാനിസ്ഥാനിലുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. സ്ത്രീകൾക്കെതിരെ കടുത്ത തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന, സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യം നൽകാത്ത താലിബാൻ ഭരണകൂടത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ്. അതായത് സ്ത്രീകൾക്ക് കോടതിയിൽ പോകണമെങ്കിൽ പോലും കുടുംബത്തിലെ പുരുഷൻ്റെ സാന്നിധ്യം വേണം, ബന്ധുവീടുകൾ സന്ദർശിക്കണമെങ്കിൽ പുരുഷൻ്റെ സാന്നിധ്യം വേണം. അങ്ങനെ കാടത്തമായി നിയമങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങളിൽ വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വി വിനോദ് ശരിയാണ്. വിനോദ്, ഇത് നമുക്ക് കൗതുകം തോന്നും, അത്ഭുതം തോന്നും, പ്രതിഷേധം തോന്നും. വല്ലാത്ത അവസ്ഥയാണ് താലിബാൻ ഭരണകൂടത്തിൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത്. രഞ്ജിത്ത്, പ്രതിലോഭകരമായ തീരുമാനങ്ങൾ പലപ്പോഴും താലിബാൻ ഭരണകൂടങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ കാണേണ്ട മറ്റൊരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഭേദഗതി വരുത്തിയ നിയമത്തിലാണ് ഇത്തരത്തിലൊരു വിചിത്രമായ കാര്യമുള്ളത്. അതായത് ഭർത്താവിന് ഭാര്യയെ തല്ലാം, അതൊരു പരാതിയല്ല. എല്ലിന് പൊട്ടലുണ്ടായാൽ മാത്രം അത് പരാതിയായി കോടതിയുടെ മുമ്പിൽ എത്തിക്കാം. അതായത് അവരുടെ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് ഈ സ്ത്രീക്ക് എത്തണമെങ്കിൽ അവരുടെ ശരീരത്തിൽ പൊട്ടലുണ്ടാകണം. മാത്രമല്ല, ശരീരം പൂർണ്ണമായും മൂടിയ നിലയിൽ വസ്ത്രം ധരിച്ച് ആ മൂടിയ അവസ്ഥയിൽ പൊട്ടൽ ന്യായാധിപന് മുന്നിൽ ബോധ്യപ്പെടുത്തുകയും വേണം. അങ്ങനെ അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഒരാൾ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് അവരുടെ ശരീരത്തിലെ പൊട്ടൽ ഒരു നിയമ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കാണിക്കണം എന്ന വിചിത്രമായ ഒരു തീരുമാനം കൂടി. അതായത് ഒരു പൊട്ടലുണ്ടായാൽ പോലും അത് കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിയമം അതിനുവേണ്ടി തയ്യാറാക്കി എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഈ പരാതി പറയാൻ എത്തേണ്ടത് ഭർത്താവിനൊപ്പമാണ്, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് പുരുഷന്മാർക്കൊപ്പമാണ് ഈ സ്ത്രീ പരാതി പറയാൻ എത്തേണ്ടത്. മാത്രമല്ല, സ്വന്തം ബന്ധുക്കളെ കാണാൻ പോയാൽ തടവ് ശിക്ഷ സ്ത്രീക്ക് നൽകിക്കൊണ്ടുള്ള വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2009 അമേരിക്കയുടെ പിന്തുണയോടുകൂടി അവിടെ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു. ആ സമയത്ത് കുറച്ചുകൂടി സ്ത്രീകൾക്ക് അനുകൂലമായ തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു, നിയമവ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ 4 വിഭാഗങ്ങളെ ജനങ്ങളെ തിരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ താലിബാനിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് പ്രയാസമുണ്ടായിരുന്നു, അവർക്ക് അതിനുള്ള അവകാശമുണ്ടായിരുന്നില്ല. പൊതുരംഗത്ത് വരുന്നതിന് സ്ത്രീകൾക്കുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഭർത്താവിന് ഭാര്യയെ മർദ്ദിക്കാം എന്ന ഒരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല, ശരീരത്തിൽ പൊട്ടലുണ്ടായാൽ മാത്രം അത് പരാതിയായി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. അങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ തന്നെ ശരീരം പൂർണ്ണമായി മറച്ച നിലയിൽ ഈ പൊട്ടൽ കാണിക്കണം എന്ന ഒരു വ്യവസ്ഥ കൂടിയാണ് ഈ നിയമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. രഞ്ജിത്ത്, വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റ് കൂടുതൽ വാർത്തകളുമായി വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.